മിൽമയുടെ നെയ്യ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. റോഹൻ എങ്ങനെയാ കുക്കിംഗ് അറിയോ? വളരെ അപൂർവമായിട്ട് ഇത് ഞാൻ എന്തായിട്ടും എന്നുള്ളത് പഠിച്ചിട്ട് നിൽക്കുന്നത്. ഇതിന് വേണ്ടി നമ്മള് സ്ഥിരം ബോയ്സിന്റെ ഐറ്റംസ് ഉണ്ടല്ലേ, ഓംലെറ്റ്, ഓട്സ്, മാഗി, ഇതൊക്കെ അങ്ങനെയുള്ള പരിപാടികൾ. മറ്റേ നമ്മള് സിമ്പിള്. ഇത് മൊത്തം ഇടാലോ. എന്താ ഇപ്പൊ 2 ഓപ്ഷൻ വരാണ്. ഇപ്പൊ ഷഫ്നിക്ക് ഇപ്പൊ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പൊ സൈൻ ചേട്ടൻ അങ്ങനെ വീട്ടില് ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഷഫ്നിക്ക് ഇഷ്ടമുള്ള കുറെ ഐറ്റംസ് ഉണ്ടാക്കി തരുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പറയാതെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കിട്ടുന്നതാണ് ഏത് കുറേ കൂടി ഹാപ്പി ആയിരിക്കും? അങ്ങനെ ചോദിച്ചാൽ രണ്ടും. എനിക്ക് പൊതുവെ എനിക്കിങ്ങനെ ഔട്ടിങ് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീട്ടിൽ ട്രാപ്പ് ചെയ്തതല്ലേ. എനിക്ക് പുറത്ത് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ചില ദിവസങ്ങളിൽ വീട്ടിൽ വെറുതെ കംഫർട്ടായിട്ടിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും കൂടുതലും പുറത്ത് പോയി ഇങ്ങനെ വെറുതെ യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടം. വെറുതെ ഒരു ഡ്രൈവ് ഒക്കെ പോവാ. അപ്പൊ ഏകദേശം ഒരു ബ്രൗൺ ഇതായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ തേങ്ങ അത്യാവശ്യം ഒപ്പിച്ചപ്പോൾ ചിലവർക്ക് ഇഷ്ടമുണ്ട് അത് ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കടിക്കാൻ. ചിലവർക്ക് അത് ഇഷ്ടമില്ലാതെ മാറ്റി കളയുന്നവരുണ്ട്. ഇഷ്ടമല്ല അല്ലെ? തേങ്ങ തൊട്ട് ഇഷ്ടമില്ലാത്ത ആളാണ് നമുക്ക് വേണ്ടി തേങ്ങ ഉണ്ടാക്കി തരുന്നത് ഉണ്ണിയപ്പം. യെസ്. അപ്പൊ നമുക്ക് മെല്ലെ മാവിലോട്ട് ഒഴിക്കാം. യെസ്. അങ്ങനെ നമ്മുടെ മിൽമ നെയ്യിലെ ഉള്ള തേങ്ങത്തൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഫൈനൽ നമ്മുടെ അപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പുള്ള രൂപത്തിലോട്ട് മിക്സ് ചെയ്യാണ്. നല്ല ഒരു സ്മെൽ കിട്ടി തുടങ്ങി അല്ലേ, തേങ്ങയും നെയ്യിന്റെയും കൂടി ഒരുമിച്ച്. പക്ഷെ നമുക്ക് ചിലവർക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ പോലും രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ സ്മെല്ല് ഭയങ്കര രസമാണ്. നമ്മുടെ ഓണം നമ്മുടെ മിൽമ.